നമസ്തേ. ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള ഹിന്ദി പ്രചാര സഭ നടത്തുന്ന 2026 സുഗമ ഹിന്ദി മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇതൊരു 3 മോഡൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പഠിക്കുമ്പോൾ ക്രിസ്മസ് എക്സാമിനും ആനുവൽ എക്സാമിനും ഒരുപാട് ഗുണം നൽകുന്ന ചോദ്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മോഡൽ പേടിയില്ലാതെ തന്നെ എഴുതാൻ പറ്റും. അപ്പോൾ ഇത് നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. നോട്ടില്ലാത്ത കുട്ടികൾ ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് കോപ്പി എടുക്കുക കേട്ടോ, അല്ലെങ്കിൽ എഴുതിയെടുക്കുക. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന മോഡൽ തന്നെയാണ് നിങ്ങൾക്ക് ക്രിസ്മസിനും ആനുവൽ എക്സാമിനൊക്കെ കിട്ടുന്നത്. ഇപ്പോൾ എല്ലാ പാഠങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 3 ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ ചോദ്യപേപ്പറിൻ്റെ വീഡിയോ നേരത്തെ അയച്ചിട്ടുണ്ട്. ഇതിപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ അത് ഞാൻ ഓരോ ഫോട്ടോസ് കാണിക്കാം. അതിന് ശേഷം ഓരോ ക്വസ്റ്റ്യൻസായിട്ട് വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ എല്ലാ ചാപ്റ്ററും നന്നായിട്ട് നോക്കി വയ്ക്കുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്കിത് കൃത്യമായിട്ട് പഠിച്ചെടുക്കാൻ കഴിയുള്ളൂ. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പ്രശ്നം 2 मेरी दुनिया के तमाम बच्चे नामक कविता की पंक्तियाँ पढ़े और 1 से 3 तक के प्रश्नों के उत्तर लिखिए. കിടുക്കി ലഘുകഥ യഹ അംശ. ഇപ്പോൾ കിടുക്കി എന്ന ലഘുകഥയുടെ ഒരു സന്ദർഭമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആ കഥ അറിയാലോ, ഹോഷിയാർപൂരിൽ പോകുന്ന ഒരു ഫാമിലിയുടെ കഥയാണ്. അപ്പോൾ അവർ ട്രെയിൻ യാത്രയാണ് പോകുന്നത്. ഭാര്യയും ഭർത്താവും 2 മക്കളും ഉണ്ട്. അപ്പോൾ സാധാരണ അവർ ജനറൽ കോച്ചിലാണ് പോകുന്നത്, അല്ല AC കോച്ചിലാണ് പോകുന്നത്. ഇത്തവണ അവർ ജനറൽ കോച്ചിലേക്കാണ് യാത്ര ചെയ്തത്. അങ്ങനെ ജനറൽ കോച്ചിൽ പോകുന്ന ഒരു അനുഭവമാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അവർ എല്ലാവർക്കും യാത്രയൊക്കെ വളരെ ഇഷ്ടമാണ് അല്ലേ. അപ്പോൾ യാത്ര ചെയ്യുമ്പോൾ പല പല അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇവർ ജനറൽ കോച്ചിൽ പോയപ്പോൾ അവർ ജനാലയുടെ സീറ്റാണ് അവരാദ്യം കുട്ടികൾ ഇത് സെലക്ട് ചെയ്തത്. അങ്ങനെ കുട്ടികൾ സ്ഥലത്തൊക്കെ ഇരുന്നതിന് ശേഷം അവിടെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്ന സമയത്താണ് ഒരു ഷോൾ വിൽക്കുന്ന ഒരു യുവതിയോടെ വരുന്നത്. അങ്ങനെ അവർ ഷോൾ വിലപേശുന്നു. അവസാനം ഭാര്യ വളരെ വില കുറച്ചാണ് പറയുന്നത്. 250 രൂപ എന്ന് പറഞ്ഞിട്ട് അവസാനം 150 രൂപയ്ക്ക് 5 എണ്ണം വെച്ച് വാങ്ങുകയാണ്. അപ്പം അവരുടെ ആ ദയനീയ അവസ്ഥ ജീവിക്കാൻ വേണ്ടി ഓരോരുത്തരും ഓരോ രീതിയിൽ എന്ത് ചെയ്യുന്നു, ജോലികൾ ചെയ്യുന്നു. അപ്പോൾ അവരുടെ അവസ്ഥയും അപ്പോൾ ഈ ഭർത്താവിൻ്റെ അച്ഛൻ പണ്ട് ഇതുപോലെ ട്രെയിനിൽ ഡ്രസ്സൊക്കെ വിൽക്കുന്ന ജോലിയായിരുന്നു. അപ്പോൾ അവരുടെ അവസ്ഥ യുവാവിന് മനസ്സിലായി. പക്ഷേ യുവതിക്കാണെങ്കിൽ ഈ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കാണെങ്കിൽ എന്താണ്, ഡ്രസ്സ് വളരെ കുറച്ച് പറഞ്ഞില്ല എന്നുള്ള പരാതിയായിരുന്നു അതിൽ പറയുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ അവസ്ഥ അനുസരിച്ച് എന്ത് ചെയ്യാൻ, നമ്മൾ അവരെ ജീവിക്കാൻ അനുവദിക്കുക. ഒരുപാട് വിലപേശാനൊന്നും പാടില്ല എന്നാണ് ഈ ലഘുകഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ കജുരാരി ആങ്കെ വിശേഷണ ശബ്ദം കോൺസാഹെ. അതിൽ കജുരാരി ആങ്ക് എന്ന് പറയുമ്പോൾ അതാണ് കജുരാരി, അതാണ് വിശേഷണം. ഇവരുടെ കണ്ണ് അല്ലേ, കണ്ണൊക്കെ നല്ല ഭംഗിയാണ്, അവർ കണ്ണൊക്കെ കലങ്ങിയിരിക്കുകയാണ്. അപ്പോൾ യുവതിക്ക് ആങ്കെ ഫർ ജാനേക്ക കാരണം ക്യാ ഹെ. യുവതിയുടെ കണ്ണ് നിറയാനുള്ള കാരണം എന്താണ്? യുവതി ബഹുത്ത് ഗരീബിത്തി, അവർ വളരെ ദരിദ്രയാണ്. റോസി റൊട്ടി കമാനേക്കിലെ, ദിവസം റൊട്ടി സമ്പാദിക്കാൻ വേണ്ടി വഹ ട്രെയിൻ മേ ഷോൾ ബേച്ചത്തി ഹെ. വഹ ക്യാ കർത്തി ഹെ, ട്രെയിൻ മേ ഷോൾ ബേച്ചത്തി ഹെ. അപ്പോൾ യുവതി ബഹുത്ത് ഗരീബിത്തി, യുവതി കൈസി തീ ബഹുത്ത് ഗരീബ്. रोसी रोटी कमाने के लिए वह ट्रेन में शॉल बेचता है. किसके लिए शॉल बेचता है? रोसी रोटी के लिए. पुरुष पात्र की पत्नी मोल तोल करते समय उसकी आंखें फर जाती है. वह किसने मोल तोल किया? वह पुरुष पत्नी ने. പുരുഷപാത്രിക്ക് പത്നീനെ, അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്ത് ചെയ്തു, വിലപേശിയത് കണ്ടപ്പോഴാണ് അവർക്ക് വളരെയധികം ദുഃഖം തോന്നിയത്. കം പൈസയും ബിക്രി കർത്തേത്തോ ഉസേ നഷ്ട ഹി ഹോക. അപ്പോൾ വില കുറച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് നാശനഷ്ടങ്ങളുണ്ട്, അവർക്ക് ഒരുപാട് സാമ്പത്തികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും. ഇസിലിയെ ബഹു ദുഃഖി ഹോ ജാതാ ഹെ. അതുകൊണ്ടാണ് അവർ വളരെയധികം ദുഃഖിച്ചത്. പുനർ വായിക്കാം. യുവതി ബഹുത്ത് ഗരീബി തീ, യുവതി കൈസി തീ ബഹുത്ത് ഗരീബ്. रोसी रोटी कमाने के लिए वह ट्रेन में शॉल बेचती थी. पुरुष पात्र की पत्नी मोल तोल करते. അപ്പോൾ പുരുഷ കഥാപാത്രം ഇതിൻ്റെ ഭാര്യ എന്ത് ചെയ്തു, മോൾ തോൽ കർത്തെ, വിലപേശുന്ന സമയത്ത് ഉസ്കി ആങ്കെ പർജാത്തി ഹെ, അവരുടെ കണ്ണ് നിറയുന്നു. കം പൈസയുമേ ബിക്രി കരയത്ത്, വില കുറച്ച് വിൽക്കുകയാണെങ്കിൽ ഉസേ നഷ്ട ഹി ഹോക, ഉസേ ക്യാ ഹോക, നഷ്ട ഹി ഹോക. ഇസ്ലിയെ ബഹു ദുഃഖി ഹോ ജാത്ത ഹെ. അതുകൊണ്ടാണ് അവർ ദുഃഖിച്ചത്. ബच्चे ഹിംസ के प्रतीकों को निष्क्रम करना चाहते हैं. കുട്ടികൾ ഹിംസ വേണ്ട, അവരത് മാറ്റാനാണ് ആഗ്രഹിക്കുന്നത്. യഹ് ആശയ വാലി പങ്ക്തിയാ ചുൻകർ ലിഖെ. ഉസ് ദിൻ കെ ട്രെയിൻ യാത്ര കെ അനുഭവം കാ ജിക്ർ കർത്തേ ഹുയെ യുവതിക്ക് ഡയറി. അപ്പോൾ ഇവിടെ 2 ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ആ യുവതി കത്തെഴുതുന്നത്, അന്നത്തെ ദിവസം ഷോളൊക്കെ വിറ്റില്ല, അപ്പോൾ വില വളരെ കുറച്ച് വിറ്റത് കാരണം അവരെഴുതുന്ന ഡയറി. അപ്പോൾ ഡയറി എഴുതുമ്പോൾ താരിക്ക് കൊടുക്കുക, വളരെ കുറച്ച് പോയിന്റ് മതി. കൈസേ പൂലു ആജിക്കാതെ, എന്താണ് കൈസേ പൂലു, ഇങ്ങനെ മറക്കും ഇന്നത്തെ ദിവസം. ആജ് ഹി സമാൻ ബേച്ചിനെ ഗൈ, ഇന്ന് ഞാൻ സാധനം വിൽക്കാൻ വേണ്ടി പോയി. ട്രെയിൻ പർ, ഏതിലാണ് പോയത്? ട്രെയിനിൽ. ഏക്ക് പരിവാർ സെ മില, അവിടെ വെച്ച് ഒരു ഫാമിലിയെ കണ്ടു. പരിവാർ എന്ന് വെച്ചാൽ ഫാമിലി.
ഹോഷിയാർപൂർ വാലെ ട്രെയിൻ പർ, ഹോഷിയാർപൂർന്ന് പോകുന്ന ട്രെയിനിൽ. പതി പത്നി और ബച്ച, ആരൊക്കെ ഉണ്ടായിരുന്നു? ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളും. പതി ഭർത്താവ്, പത്നി ഭാര്യ, ബച്ച കുട്ടികൾ. ഉസ് ദീദിക്ക് ഷോൾ ബേച്ച് ദി, ആ ദീദിയുടെ നിന്ന് ഷോള് വാങ്ങിച്ചു. ഉസ്നെ ബഹുത്ത് തോൽമോൾ കി, അവരെന്ത് ചെയ്ത് വളരെയധികം വില പേശി. 150 में 2, അവർ പറഞ്ഞെന്താണ് 150. 150 में 2, 5 ഷോള്, 5 ഷോള്. സഫി കം പൈസമേ ഖരീദന ചാത്തെ ഹെ, എല്ലാവർക്കും വില കുറച്ചാണ് വേണ്ടത്. ബേച്ചനെ വാലാ കാ ദർദ് കോൺ സമജ്താ ഹെ, വിൽക്കുന്ന ആൾക്കാരുടെ വേദന ആരും എന്ത് ചെയ്യുന്നില്ല, മനസ്സിലാക്കുന്നില്ല. ഇപ്പോൾ ഒരിക്കലും വായിക്കാം. താരിഖ്, ഡേറ്റ്, ദിന്, ഡേ. കൈസേ ഫൂലു ആജ് കാ ദിൻ, എങ്ങനെ മറക്കും ഇന്നത്തെ ദിവസം. കൈസേ എങ്ങനെ, ഫൂലു മറക്കും, ആജ് കാ ദിൻ ഇന്നത്തെ ഡേ. ആജ് ഹി സാമാൻ ബേച്ച്നെ ഗയി, ഇന്നും സാധനം വിൽക്കാൻ വേണ്ടി പോയി. സാമാൻ വെച്ചാൽ സാധനം, ബേച്ചിനെ വിൽക്കുക. ട്രെയിൻ പർ, ട്രെയിനിൽ. ഏക്ക് പരിവാർ സെ മില, ഒരു പരിവാറിനെ കണ്ടു, ഒരു ഫാമിലിയെ കണ്ടു. ഹോഷിയാർപൂർ വാലെ ട്രെയിൻ പർ, ഹോഷിയാർപൂർ എന്ന് പറയുന്ന ട്രെയിൻ. പതി പത്നി ഓർ ബച്ചെ, ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളും. ഉസ് ദീദി കോ ഷോൾ ബേച്ച് ദി, ആ ദീദിക്ക് ഷോൾ കൊടുത്തു, ദീദി ചേച്ചിക്ക്. ഉസ്നെ ബഹുത്ത് തോൽമോൾ കി, അവർ വളരെയധികം വിലപേശി. 150 में 2, അവർ 150 പറഞ്ഞത്. 5 ഷോള്, 5 ഷോള്. സഫി കം പൈസേമേ ഖരീദന ചാത്തെ ഹെ, എല്ലാവർക്കും വില കുറച്ച് വേണം. ഖരീദിന വാങ്ങുക, ചാത്തെ ഹെ ആഗ്രഹിക്കുന്നത്. ബേച്ച്നെ വാല കാ ദർദ് കോൺ സമജ്താ ഹെ, വിൽക്കുന്ന ആളുകളുടെ വേദന ആരും മനസ്സിലാക്കുന്നില്ല. ബഹുത്ത് ദുഃഖി ഹെ, വളരെയധികം സങ്കടമുണ്ട്. ഇനി യുവതിയും പുരുഷ കഥാപാത്രം തമ്മിലുള്ള സംഭാഷണമാണ്. അപ്പോൾ അത്രയും മനസ്സിലായല്ലോ. അടുത്ത് വരുന്നത് യുവതി. ദീദി ഷോൾ ലീജിയക, ദീദി ഷോൾ വാങ്ങിയാൽ, ലീജിയക മേടിച്ചാൽ. ഇപ്പോൾ ദീദി പറയാണ് ഷോൾ. യുവതി ഹാ ജമ്മു കി ഷോൾ, അതെ ജമ്മുവിൽ നിന്ന് വന്ന ഷോളാണ്. ബഹുത്ത് ബഡിയാ ഹെ, വളരെ നല്ലതാണ്. കിത്നി കി ഹെ, എത്രയാണ്? 250 की है, 250. ഇത്തി മഹങ്കി, ഇത്രയും രൂപയോ? സ്യാദാ പീസ് ലോഗി തോ കം കർ ദൂങ്കി, ഒരുപാട് വാങ്ങുകയാണെങ്കിൽ കുറയ്ക്കാം. അത് 750 പറഞ്ഞു ഒരുമിച്ചൊക്കെ. സ്യാദാ പീസ് ലോഗി തോ കം കർ ദൂങ്കി. മുझे ദുക്കാൻ കോൽനി ഹേ ക്യാ, അപ്പോൾ അവരെന്താ പറഞ്ഞത്? ക്യാ മുझे ദുക്കാൻ കോൽനി ഹേ ക്യാ, ലീജിയേ നാ ബഹനോ ഓർ ഭാഭിയോ കെ ലിയേ, എടുക്ക് ചേച്ചി, ചേച്ചിക്കും സഹോദരിക്കും മാമിക്കും ചേട്ടത്തിക്കൊക്കെ എടുക്കാമല്ലോ. 500 പീസ് ലോ തോ കിത്തനെ മേ ദൂങ്കി, അപ്പോൾ പറയണേ 5 പീസ് എടുക്കുകയാണെങ്കിൽ എത്ര വെച്ച് തരും? 200 रुपये पर, 200 രൂപ. ഞാ 100 रुपये, അപ്പോൾ അവരെന്താ പറയുക? ഞാൻ എന്താ വേണ്ട, 100 രൂപയ്ക്കാണെങ്കിൽ വാങ്ങാം. അപ്പോൾ 200 എന്നുള്ളത് എത്രയെന്ന് പറഞ്ഞു? 100 എന്ന് പറഞ്ഞു. ദീദി 100 തോ ബഹുത്ത് കം ഹേ, ചേച്ചി 100 വളരെ കുറവാണ്. തോ 150 पर, എന്നാൽ പിന്നെ 150. ടീക്ക് ലീജിയെ, ഓക്കെ, എന്നാൽ പിന്നെ വാങ്ങാം. അങ്ങനെയാണ് അവർ വാങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് വായിക്കാം. ദീദി ഷോൾ ലീജിയേക, ഷോൾ ലീജിയേക എന്നാണ് ഷോള് മേടിച്ചാലും. ഷോൾ हाँ जम्मू की शॉल, बहुत बढ़िया है. कितने की है? 250 की. इतनी महंगी, ज़्यादा पीस लोगी तो कम कर दूंगी. मुझे दुकान खोलनी है क्या? लीजिए ना, बहनों और भाभियों के लिए. 5 पीस लो तो कितने में दोगी? 200 रुपये पर, ना 100 रुपये. दीदी 100 तो बहुत कम है, तो 150 पर, ठीक लीजिए. ഇത്രയാണ് കോൺവെർസേഷനൊക്കെ നന്നായിട്ട് പഠിച്ചു വയ്ക്കുക കേട്ടോ. അടുത്ത് ഏക്ക് തിനിക്ക, തിനിക്കയുടെ കഥ അറിയാലോ. അപ്പോൾ നമ്മൾ എന്തിനും എന്ത് ചെയ്യാൻ പാടില്ല, അഹങ്കരിക്കാൻ പാടില്ല. അഹങ്കാരം ഒന്നിനും നല്ലതല്ല. അപ്പോൾ ലേഖൻ ഇങ്ങനെ തിട്ടയിൽ മേൽക്കൂരയിലില്ല, രണ്ടാമത്തെ നിലയിൽ ഇങ്ങനെ ഇരുന്ന സമയത്ത് പെട്ടെന്നൊരു തിനിക്ക, ഒരു പുല്ല് വന്ന് ലേഖൻ്റെ കണ്ണിൽ വീഴുകയാണ്. അങ്ങനെ കണ്ണ് നന്നായിട്ട് ചുമന്നു. പക്ഷേ ലേഖൻ്റെ അഹങ്കാരം മാറ്റാൻ ലേഖൻ താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ എന്ത് ചെയ്തു? ഒരു തുണിയൊക്കെ വെച്ച് ഇങ്ങനെ തുളച്ചു. അപ്പോഴേക്കും കണ്ണെല്ലാം ചുമന്നു തുടുത്തു അല്ലേ. അപ്പോൾ നമുക്ക് എന്തൊക്കെ വന്നാലും നമ്മളെന്തില്ല, നമ്മുടെ അഹങ്കാരം വിട്ടുമാറത്തില്ല. അപ്പോൾ കവിയെടുത്ത് പറയണം, കവി പറഞ്ഞതാണ്, അപ്പോൾ മനുഷ്യൻ്റെ അഹങ്കാരം മാറ്റാൻ ഒരു പുല്ല് തന്നെ ധാരാളമാണ്. जब किसी दब से निकल तिनका गया, तब समझने यो मुझे ताने दिया. एनता तू किसके लिए इतना रहा, एक तिनका है बहुत तेरे लिए. ഒരു പുല്ല് മതി നിൻ്റെ അഹങ്കാരങ്ങൾ തീരാൻ. അപ്പോൾ വിവേക സമാനാർത്ഥി ശബ്ദം കോൺസാ ഹെ, വിവേക് എന്ന വാക്കിൻ്റെ സമാന പദം ഏതാണ്? ഏതാ വരുന്നത്? സമച്ച്. ഏക്ക് തിനക്കാമേ ബഹുത്ത് തേരെ ലിയെ, ഒരു പുല്ല് തന്നെ നിനക്ക് ധാരാളം. യഹാ തിനക്ക ക്യാ ക്യാ ഹോ സക്താ ഹെ, ഇവിടെ തിനക്ക എന്തൊക്കെയാണ്? യഹാ തിനക്ക തുച്ഛ് ഏവം ചോട്ടാ മാനാ ജാനെ വാല വ്യക്തി വ സാധൻ ഉപേക്ഷിത ചീസോ ആദി ഹോ സക്തി ഹെ. അപ്പോൾ തിനക്ക എന്നുള്ളത്
തുച്ഛമായ അല്ലെങ്കിൽ ചെറുതായിട്ട് നമ്മൾ കണക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളും ഉപേക്ഷിക്കപ്പെട്ട വസ്തുക്കളും ഇതൊക്കെയാണ് ഇത് തുച്ഛമായി നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവിടെ ഒരു തിനക്കയാണ് എന്ത് ചെയ്യുന്നത്, കവിക്ക് വളരെയധികം ബുദ്ധിമുട്ട് ഉണ്ടാക്കിയത്. ഇനി കവിതയുടെ ആശയം പഠിക്കാം. ഏക തിനക हास्यकृत व्यक्ति का प्रतीक। एक तिनका श्री अयोध्या सिंह उपाध्याय हरिओदी की कविता है। आधा कविता अयोध्या सिंह उपाध्याय हरिओदी। कविता कहता है कि एक दिन किसी भी बात पर घमंड करता हुआ एक आदमी कवि अपनी छत पर खड़ा था। ഒരിക്കൽ एक दिन ഒരിക്കൽ किसी भी बात को लेकर ഏതോ ഒരു കാര്യമായി സംബന്ധിച്ച് घमंड करता हुआ അഹങ്കരിച്ചുകൊണ്ട് एक आदमी ഒരാളുടെ ആരാണ്, കവി अपनी छत पर खड़ा है തൻ്റെ തിട്ടയിൽ ഇരിക്കുകയായിരുന്നു. അചാനക് കഹീസെ ഉടുത്താ ഹുവ അചാനക് പെട്ടെന്ന് കഹീസെ എവിടുന്നോ ഉടുത്താ ഹുവ പറന്നുകൊണ്ട് ഏക് തിനക ഒരു പുല്ല് ഉസ്കി ആംഗേമേ ആഗിര അദ്ദേഹത്തിൻ്റെ കണ്ണിലേക്ക് വീണു. ആഗിര വന്ന് വീണു. ബഹു ബേചൈൻ ഹോക്കർ ആങ്ക് മിച്ചാനി ലഗെ വളരെ അസ്വസ്ഥമായി കണ്ണ് തിരുമാൻ തുടങ്ങി. ബേചൻ അസ്വസ്ഥനാവുക, ആങ്ക് കണ്ണ്, മിച്ചേന തിരുമുക. ആങ്ക് ലാൽ ഹോകെ കണ്ണ് ചുമന്നു. ദർദ് സേ ബഹു രോനെ ലഗ വേദന കൊണ്ട് അദ്ദേഹം വേദനിച്ചു. അചാനക് കഹീസെ ഉടുത്താ ഹുവ ഏക് തിനക ഉസ്കി ആങ്ക് മേ ആഗിര പെട്ടെന്ന് അചാനക് യാദൃച്ഛികമായി കഹീസെ എവിടുന്നോ ഉടുത്താ ഹുവ പറന്നുകൊണ്ട് ഏക് തിനക ഒരു പുല്ല് ഉസ്കി ആങ്ക് മേ ആഗിര കണ്ണിലേക്ക് വീണു. ബഹു ബേചൈൻ ഹോക്കർ ആങ്ക് മീച്ചിനി ലഗ അദ്ദേഹം അസ്വസ്ഥനായി കണ്ണു തിരുമി. ആങ്ക് ലാൽ ഹോകെ കണ്ണു ചുമന്ന്. ദർദ് സേ ബഹു രോനെ ലഗ വേദന കൊണ്ട് കരഞ്ഞു. ആദ്മി കി ദർദ് മദത് കർണേ കെ ലിയെ ലോഗ് ആയേ അപ്പോൾ ആളെ സഹായിക്കാൻ വേണ്ടി കുറച്ച് ആൾക്കാർ വന്നു. അപ്പോൾ ഇയാളെ സഹായിക്കാൻ വേണ്ടി കുറച്ച് ആളുകൾ അവിടെ എത്തി. കപ്പടേക്ക് നോക്ക് സേ തിനക നിക്കാനെ ലഗ ഡ്രസ്സിൻ്റെ ഒരു തുമ്പ് കൊണ്ട് ആ കണ്ണിലേക്ക് തിരുമി. ആത്മീക്കോ തോട രാഹത്ത് മിലെ അല്പം ആശ്വാസം തോന്നി. ഇസ് ബീച്ച് ആ ഇടയ്ക്ക് ഘമണ്ട് ചുപ്ചാ വഹാസെ ഭാഗയ അപ്പോഴേക്ക് അഹങ്കാരം അവിടെ നിന്ന് പോയി. കിസി ഭി പ്രകാർ സെ തിനക നിക്കൽ കെ എങ്ങനെയോ ആ പുല്ല് അവിടെ നിന്ന് രക്ഷപ്പെട്ടു. തോ സമച്ചിനെ ഉസ് പർ വ്യംഗിക്കിയെ അപ്പോൾ എന്ത് ചെയ്തു, ബുദ്ധി അവനെ കളിയാക്കി പറഞ്ഞു. ഇതൊന്നുകൂടെ വായിക്കാം. कविता कहता है कि एक दिन किसी भी बात पर घमंड करता हुआ एक आदमी अपनी छत पर खड़ा था। अचानक कहीं से उड़ता हुआ एक तिनका उसकी आंख में आ गिरा। वह बेचैन होकर आंख मीचने लगा. आंख लाल हो गई. दर्द से वह रोने लगा. आदमी की मदद करने के लिए लोग आए. कपड़े की नोक से तिनका निकालने लगा. आदमी को थोड़ी राहत मिली. इस बीच घमंड चुपचाप वहाँ से भाग गया. किसी भी प्रकार से तिनका निकाला गया तो समझ ने उस पर व्यंग्य किया. हर एक व्यक्ति के घमंड को दूर भगाने के लिए एक मामूली तिनका ही काफ़ी है. ഓരോ വ്യക്തിയുടെയും അഹങ്കാരം മാറ്റാൻ ഒരു നിസ്സാര പുല്ല് തന്നെ നിസ്സാരമാണ്. यहाँ तिनका तुच्छ माना जाने वाले व्यक्ति साधन एवं ഉപേക്ഷിത ചീസ് हो सकता है. ഇവിടെ തിനക പുല്ല് എന്ന് പറഞ്ഞത് സാധാരണ തുച്ഛമായ ഒരു വ്യക്തിക്ക് ഒരു ചെറിയൊരു സാധനമായിട്ട് ഇവിടെ എന്തിനു ഉപയോഗിച്ചു. തിനക ലഘു മാനവീയ ഹാസ്യകൃത് വ്യക്തിക്ക പ്രതീക. തിനക എന്ന് പറഞ്ഞത് സാധാരണ ആൾക്കാരെ അപ്പോൾ നമ്മൾ ഒരുപാട് അഹങ്കരിക്കാൻ പാടില്ല, ഒരു പുല്ല് തന്നെ എന്താണ് ഇവിടെ ധാരാളം. കവിതാമേ തിനക ഘമണ്ഡ് और समझ का മാനവീകരണ किया गया है. ഇവിടെ കവി പുല്ലും അഹങ്കാരമാണ് നമ്മളിവിടെ പരിചയപ്പെടുന്നത്. കവിത സുന്ദർ ഹേ, കവിക്ക് ഭാഷ സരൾ ഹേ. കവിത സുന്ദരമാണ്, കവിയുടെ ഭാഷയും വളരെ മനോഹരമാണ്. അപ്പോൾ ഇത്രയാണ് ഇതിൽ വന്നത്. അപ്പോൾ നമ്മളിപ്പം 6 ക്വസ്റ്റ്യൻസാണ് പറഞ്ഞത്. വളരെ വ്യക്തമായാണ് ഓരോ കാര്യങ്ങൾ വിശദീകരിച്ച് പോയത്. അതുകൊണ്ട് വീഡിയോ ഇത്തിരി ലോങ് ആയിപ്പോയി. അപ്പോൾ ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻ അടുത്തൊരു വീഡിയോയിൽ നൽകുന്നതാണ്. അപ്പോൾ ഇതുവരെ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് കേട്ട് പഠിക്കുക. ഇതിലുള്ളതൊക്കെ തന്നെ നിങ്ങൾക്ക് എക്സാമിന് എഴുതാൻ കിട്ടും. അപ്പോൾ അടുത്ത പാർട്ട് വരുന്നവരെ എല്ലാവർക്കും